നവി മുംബൈയിൽ പഴമയുടെ ഓർമ്മകളും നാടൻ സംസ്കാരത്തിന്റെ നിറക്കാഴ്ചകളും ചേർന്ന ഗ്രാമചന്ത സന്ദർശകരുടെ വലിയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സീവുഡ്സ് മലയാളി സമാജത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഗ്രാമചന്ത സംഘടിപ്പിച്ചത്. നവി മുംബൈ സീവുഡ്സ് ഗണേഷ് മൈതാനിയിൽ ഒരുക്കിയ ഗ്രാമചന്ത കേരളത്തിന്റെ പഴയ ഗ്രാമീണ ജീവിതത്തിന്റെ ഓർമ്മപ്പെടുത്തലായി. അങ്ങത്തട്ട്, തട്ടുകടകൾ, നാടൻ ഭക്ഷണശാലകൾ, പീടികകൾ, ഭാഗ്യക്കുറി സ്റ്റാളുകൾ, പഞ്ചഗുസ്തി തുടങ്ങിയവയോടെ ഗ്രാമചന്ത ഒരു നൂറ്റാണ്ടിന്റെ പഴമയെ നഗരമധ്യത്തിൽ പുനരാവിഷ്കരിച്ചു. ലോക്കൽ ഈസ് ദ ഫ്യൂച്ചർ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി 70 വർഷം മുമ്പ് ഉണ്ടായിരുന്ന കേരളം എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾ ഇവിടെ പുനരാവിഷ്കരിക്കുകയാണ്. കേരളത്തിൽ 70 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഭക്ഷണങ്ങൾ, കടകൾ, മറ്റ് പച്ചക്കറി കടകൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധ നേടിയ ഇനങ്ങളിൽ ഒന്നായി മാറിയത് കളരിപ്പയറ്റിന്റെ അങ്കത്തട്ടാണ്. തച്ചോളി ഉദയനനും കതിരൂർ ഗുരുക്കളും തമ്മിലുള്ള ചരിത്രപരമായ അംഗം കുറിക്കൽ കാണികൾക്ക് ആവേശം പകർന്നു. കുട്ടികൾക്ക് ഗ്രാമജീവിതം പരിചയപ്പെടാൻ നല്ല അവസരമായെന്ന് ഇവരെല്ലാം പറയുന്നു. മുംബൈയിൽ വളർന്ന കുട്ടിയായതുകൊണ്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇത് ആദ്യമായിട്ടാണ്. ഇതുവരെ ജീവിതത്തിൽ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം നാട്ടിൽ ഞാൻ അങ്ങനെ നിന്നിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്നും ഇങ്ങനൊന്നും കാര്യം നാടുകളിൽ ഇങ്ങനെ ഒരു നടക്കുന്ന കാര്യം നമ്മൾ ചിലപ്പോൾ അറിയില്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോ ഈ ഒരു ജനറേഷനിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വെരി ഗുഡ്. കേരളത്തിലേക്ക് തിരിച്ചുപോയ പ്രതീതി. ഭക്ഷണവും കലാപരിപാടികളും മികച്ച പ്രതികരണം നേടി. 70കളും 80കളും ഓർമ്മിപ്പിക്കുന്ന ചായക്കട, പായസക്കട, കഞ്ഞി കപ്പ സ്റ്റാളുകൾ, നാടൻ പാനീയങ്ങൾ എന്നിവയും ഗ്രാമചന്തയെ കൂടുതൽ ജനകീയമാക്കി. കേരളത്തിന്റെ തനതായ ശൈലി വിളിച്ചോതുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ശരിക്കും ഇവിടെ വന്നപ്പോ കേരളത്തിൽ പോയൊരു പ്രതീതി തന്നെയാണുള്ളത്. ഒരുപാട് കാര്യങ്ങള്, നാടകങ്ങൾ, ഗാനമേള, കുളിക്കടവ്, ഊഞ്ഞാൽ, ഗ്രന്ഥാലയം എന്നിവയും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. സമാജത്തിന്റെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഗ്രാമചന്ത പഴയ കേരളത്തിന്റെ നന്മയും സംസ്കാരവും നഗരത്തിൽ വീണ്ടും അവതരിപ്പിക്കാനുള്ള ശ്രമം കൂടിയായി. പുതുതലമുറയ്ക്ക് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹവും ആവേശവുമാണ്. ഇപ്പൊ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്ന കുട്ടികൾക്ക് എന്താണ് കച്ചവടമെന്നും പഴയ കാലത്ത് എങ്ങനെയാണ് ആൾക്കാർ ജീവിച്ചിരുന്നതെന്നും അവരുടെ ക്രയവിക്രയങ്ങൾ എങ്ങനെയാണെന്നും അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. പ്ലാസ്റ്റിക് വിമുക്തവും പരിസ്ഥിതി സൗഹൃദവുമായ രീതിയിൽ ഒരുക്കിയ ഗ്രാമചന്ത കാർബൺ പാദമുദ്ര കുറയ്ക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു. പഴമയുടെ ഓർമ്മകളും നവീനതയുടെ ആശയങ്ങളും ഒന്നിച്ചു ചേർന്ന ഈ ഗ്രാമചന്ത സീവുഡ്സ് മലയാളി സമാജത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമായി. തനിമ നിറഞ്ഞ കേരളത്തിന്റെ ആനന്ദം ആറാടിക്കുന്ന ഒരു അവസരമാണ്. നമ്മൾ എല്ലാവരും സന്തോഷമായി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു. നഗരത്തിന്റെ തിരക്കിനിടയിലും ഗ്രാമത്തിന്റെ ഹൃദയം തൊടുന്ന അനുഭവമായി സീവുഡ്സ് ഗ്രാമചന്ത സന്ദർശകർക്ക് ഓർമ്മകളുടെ വസന്തം സമ്മാനിച്ചു.